അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സബ്ജക്റ്റിലെ ഇൻ്റർനെറ്റ് എന്നതിൻ്റെ ഭാഗം 3 നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം വെബ് ബ്രൗസർ. ഓക്കെ, എന്താണ് വെബ് ബ്രൗസർ? ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. എന്താണ്? ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സൈറ്റിൽ കയറണം. അപ്പോൾ ആ സൈറ്റിൽ കയറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോം, മൊസില്ല, ഫയർഫോക്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വെബ് ബ്രൗസറുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസറുകൾ. ഓക്കെ, ഒരു ഡാറ്റാ ബേസിലോ നെറ്റ്വർക്കിലോ നിന്നും ഡാറ്റ തേടി കണ്ടെത്തുന്ന പ്രക്രിയയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബ്രൗസ്. ഓക്കെ, അഥവാ ബ്രൗസിങ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും, നമ്മുടെ ഫോൾഡറിൽ എന്തെങ്കിലും സംഭവം കിടപ്പുണ്ട്, നമുക്കത് സെർച്ച് ചെയ്യണം, ആ ഡാറ്റ നമുക്ക് സെർച്ച് ചെയ്യണം. ഓക്കെ, അഥവാ ഇനി നമുക്ക് ഇൻ്റർനെറ്റിൽ കയറി നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന ഈ തിരച്ചിൽ നടത്തുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ബ്രൗസിങ് അഥവാ ബ്രൗസ്. ഓക്കെ, എന്താണ്? ഒരു ഡാറ്റാ ബേസിലോ നെറ്റ്വർക്കിലോ നിന്ന് ഡാറ്റ തേടി കണ്ടെത്തുന്ന പ്രക്രിയയെ ബ്രൗസ് എന്ന് വിളിക്കുന്നത്, അഥവാ ബ്രൗസിങ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ എന്താണ് വെബ് ബ്രൗസർ? ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസറുകൾ. ഒരു ഡാറ്റാ ബേസിലോ നെറ്റ്വർക്കിലോ നിന്നും ഡാറ്റ തേടി കണ്ടെത്തുന്ന പ്രക്രിയയെ ബ്രൗസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ബ്രൗസ്. ഇനി പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏത്? ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് മൊസൈക്ക്. ഓക്കെ, മൊസൈക്ക് വെബ് ബ്രൗസറാണ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ. ഏതാണ്? മൊസൈക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ. നമ്മൾ ബയോളജിയിൽ ഒരു കാര്യം പഠിച്ചിരുന്നു, മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ വൈറസ് ഏതാണ്? അത് TMV ആണ്. അതിൻ്റെ പേര് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്. അപ്പോൾ അതുപോലെ ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസൈക്ക് ബ്രൗസറാണ്. ഓക്കെ, മൊസൈക്ക് ബ്രൗസർ. ഇനി പറയുന്നു നെക്സസ്. എന്താണ്? നെക്സസ് ബ്രൗസർ വികസിപ്പിച്ചത് ആര്? എന്താണ്? നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ്. ഓക്കെ, ടിം ബെർണേഴ്സ്ലി ആണ് നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ചത്. ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ് നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ചത്. ഇനി പറയുന്നു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഓക്കെ, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ടിം ബെർണേഴ്സ്ലി ആണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ എപ്പിക് ആണ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ മൊസൈക്ക് ആണ്. ഓക്കെ, മൊസൈക്ക്. ഇനി അടുത്തായിട്ട് പറയുന്നു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഈ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയ കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഏത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1995. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 1995 മൈക്രോസോഫ്റ്റാണ് പുറത്തിറക്കിയത്. ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 1995 പുറത്തിറക്കി. ഈ മൈക്രോസോഫ്റ്റിന് പുതിയൊരു വെബ് ബ്രൗസർ ഉണ്ട്. ഏതാണ്? മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസറാണ് എഡ്ജ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡ്ജ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 1995 മൈക്രോസോഫ്റ്റ് പുറത്തിറക്കി. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസറാണ് എഡ്ജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാകുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസറുകൾ. ഒരു ഡാറ്റാ ബേസിലോ നെറ്റ്വർക്കിലോ നിന്ന് ഡാറ്റ തേടി കണ്ടെത്തുന്ന പ്രക്രിയയെ ബ്രൗസ് എന്ന് വിളിക്കുന്നു, അഥവാ ബ്രൗസിങ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് മൊസൈക്ക്. ഓക്കെ, മൊസൈക്ക് വെബ് ബ്രൗസറാണ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ. പിന്നെ നമ്മൾ പറഞ്ഞു നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ച ടിം ബെർണേഴ്സ്ലി. ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ് നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ചത്. ഇനി പറഞ്ഞു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ്. എപ്പിക് ആണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അത് 1995 മൈക്രോസോഫ്റ്റ് ആണ് പുറത്തിറക്കിയത്. ഓക്കെ, 1995 മൈക്രോസോഫ്റ്റ് ആണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന വെബ് ബ്രൗസർ പുറത്തിറക്കിയത്. പിന്നെ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ എഡ്ജ് ആണ്. എഡ്ജ് ആണ് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസർ. ഇനി നമുക്ക് ചില പ്രധാന വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് അറിയാമല്ലേ, എന്താണ്? മൊസില്ല ഫയർഫോക്സ് നമുക്കറിയാം. ഗൂഗിൾ ക്രോം ഒരു ശരാശരി ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ, ഈ രണ്ടിലാർക്കും സംശയം എന്തായാലും. മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇതൊക്കെ വെബ് ബ്രൗസറാണ്. പിന്നെ എപ്പിക്. എപ്പിക് ആര് വികസിപ്പിച്ച? ഇന്ത്യയുടെയാണ്. ഓക്കെ, ഇന്ത്യ വികസിപ്പിച്ച വെബ് ബ്രൗസറാണ് എപ്പിക്. അപ്പോൾ ഏതൊക്കെയാണ്? മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എപ്പിക്. പിന്നെ പറയുന്നത് സീമങ്കി. ഓക്കെ, സീമങ്കി ഒരു വെബ് ബ്രൗസറാണ്. ഏതാണ്? സീമങ്കി. പിന്നെ അവാസ്റ്റ് സെക്യൂർ അത് ഒരു വെബ് ബ്രൗസറാണ്. എന്താണ്? സീമങ്കി, പിന്നെ അവാസ്റ്റ് സെക്യൂർ, പിന്നെ നെറ്റ്സ്കേപ്പ് ഒരു വെബ് ബ്രൗസറാണ്. പിന്നെ ഒപ്പേറ നമുക്കറിയാമല്ലേ, ഒപ്പേറ ഒരു വെബ് ബ്രൗസറാണ്. ടോർച്ച് എന്ന് പറഞ്ഞൊരു വെബ് ബ്രൗസറുണ്ട്, ടോർച്ച്. പിന്നെ നമ്മൾ നേരത്തെ നെക്സസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, സീമങ്കി,
അവാസ്റ്റ് സെക്യൂർ, നെറ്റ്സ്കേപ്പ്, ഒപ്പേറ, ടോർച്ച്. അപ്പോൾ വെബ് ബ്രൗസറുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പ്രധാന വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ്? മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എപ്പിക്, സീമങ്കി, അവാസ്റ്റ് സെക്യൂർ, നെറ്റ്സ്കേപ്പ്, ഒപ്പേറ, ടോർച്ച്. ഇതൊക്കെയാണ് പ്രധാന വെബ് ബ്രൗസറുകൾ. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് HTML പറ്റി അല്ലേ? മിക്കവരും കേട്ടിട്ടുള്ളതായിരിക്കും HTML. എന്താണ് HTML? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതാണ് HTML ഫുൾ ഫോം. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്? എന്താണ് സംഭവം? എന്താണ്? വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണെന്ത്? HTML. ഓക്കെ, വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് HTML. ഇനി പറയുന്നു പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾക്കാണ് വെബ് പേജ് എന്ന് പറയുന്നത്. എന്താണ് വെബ് പേജ്? എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾക്കാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് HTML. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾക്കാണ് വെബ് പേജുകൾ എന്ന് പറയുന്നത്. ഈ വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള HTML ഭാഷ അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഭാഷ വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ടിം ബെർണേഴ്സ്ലി തന്നെയാണ്. ടിം ബെർണേഴ്സ്ലി നമ്മൾ നേരത്തെ പറഞ്ഞു, നെക്സസ് എന്ന വെബ് ബ്രൗസറിൻ്റെ സ്ഥാപകനാണ് ടിം ബെർണേഴ്സ്ലി. ഓക്കെ, അതുപോലെ തന്നെ WW എന്താണ്? വേൾഡ് വൈഡ് വെബ്, അതിൻ്റെ സൃഷ്ടാവും ടിം ബെർണേഴ്സ്ലി തന്നെയാണ്. ഓക്കെ, എന്താണ് വേൾഡ് വൈഡ് വെബ്? അതാണ് WWW. അതിൻ്റെ സൃഷ്ടാവ് ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ്. അതുപോലെ നെക്സസ് ബ്രൗസറിൻ്റെ സൃഷ്ടാവും ടിം ബെർണേഴ്സ്ലി ആണ്. അതുപോലെ HTML ഭാഷ വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടിം ബെർണേഴ്സ്ലി തന്നെയാണ്. അടുത്തതായിട്ട് പറയുന്നു HTMLന്റെ 5ാമത്തെ അംഗീകൃത പതിപ്പ് ഏത്? HTMLന്റെ 5ാമത്തെ അംഗീകൃത പതിപ്പാണ് HTML5. സിമ്പിൾ ഓർത്താൽ മതി. HTML 5ാമത്തെ HTML5 അത്ര ഓർത്താൽ മതി. അപ്പോൾ എന്താണ് HTMLന്റെ 5ാമത്തെ അംഗീകൃത പതിപ്പ് ഏതാണ്? HTML5 ആണ്. ഓക്കെ, ഇനി പറയുന്നു HTML ഫയലുകൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ .html എന്നും .htm എന്നുമാണ്. ഓക്കെ, .html എന്നും .htm ഇതാണ് HTML ഫയലുകൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനുകൾ. ഓക്കെ, എന്താണ് .html എന്നും .htm എന്നും. ഇനി പറയുന്നു വെബ്സൈറ്റിലെ ഉള്ളടക്കം എങ്ങനെ കാണിക്കണം, എങ്ങനെ വികസിക്കണം എന്നത് നിർവചിക്കാൻ HTML ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെ HTML ടാഗുകൾ എന്നറിയപ്പെടുന്നു. HTML ടാഗുകൾ ആരെങ്കിലും HTML ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലേ? നമുക്കതിനകത്ത് ഓരോരോ ടാഗുകളുണ്ട്. ഇപ്പം പിക്ചറിന് IMG എന്ന് പറഞ്ഞ ടാഗുണ്ട്. എങ്ങനെയാണ്? ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് IMG എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഹെഡിങ് കൊടുക്കാനായിട്ട് ആംഗിൾ ബ്രാക്കറ്റിൽ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം വെബ്സൈറ്റിൽ ഉള്ളടക്കം എങ്ങനെ കാണിക്കണം, എങ്ങനെ വികസിക്കണം എന്ന് നിർവചിക്കാൻ HTML ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ HTML ടാഗുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, HTML ടാഗുകൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, HTML 5ാമത്തെ അംഗീകൃത പതിപ്പാണ് HTML5. HTML ഫയലുകൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനുകളാണ് .html ഉം .htm ഉം. വെബ്സൈറ്റിൽ ഉള്ളടക്കം എങ്ങനെ കാണിക്കണം, എങ്ങനെ വികസിക്കണം എന്നത് നിർവചിക്കാൻ HTML ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെ HTML ടാഗുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മളൊരു HTML പ്രോഗ്രാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ HTML പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് വേണ്ടതാണ് വെബ് ബ്രൗസറുകൾ. ഓക്കെ, ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറുകൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ HTML പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, HTML പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ വെബ് ബ്രൗസറുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ് HTML? നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ പറയുന്നു HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ്? വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് HTML. ഓക്കെ, വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് HTML. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾക്കാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾക്കാണ് വെബ് പേജ് എന്ന് പറയുന്നത്. HTML ഭാഷ വികസിപ്പിച്ചത് ലോകവ്യാപക വെബാണ് അഥവാ വേൾഡ് വൈഡ് വെബ് അഥവാ WWW. ഇതിൻ്റെ സൃഷ്ടാവായ ടിം ബെർണേഴ്സ്ലി തന്നെ. ഓക്കെ, WWWൻ്റെ സൃഷ്ടാവായ ടിം ബെർണേഴ്സ്ലി തന്നെയാണ് HTML ഭാഷ വികസിപ്പിച്ചത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നെക്സസ് എന്ന വെബ് ബ്രൗസർ വികസിപ്പിച്ചതും ടിം ബെർണേഴ്സ്ലി തന്നെയാണ്. പിന്നെ HTMLൻ്റെ 5ാമത്തെ അംഗീകൃത പതിപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? HTML5 എന്ന് പറഞ്ഞു. HTML ഫയലുകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനുകൾ ഏതാണ്? .html എന്നും .htm എന്നുമാണ്. ഓക്കെ, പിന്നെ വെബ്സൈറ്റിൽ ഉള്ളടക്കം എങ്ങനെ കാണിക്കണം, എങ്ങനെ വികസിക്കണം എന്ന് നിർവചിക്കാൻ HTML ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ HTML ടാഗുകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു HTML പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ വെബ് ബ്രൗസറുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് HTML പ്രോഗ്രാമും പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇനി പറയാൻ പോണത്. എന്താണ്? ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും പാലിക്കേണ്ട നിയമങ്ങളെയാണ് പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും
പാലിക്കേണ്ട നിയമങ്ങൾ, ഇതിനെയാണ് എന്ത് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്, അഥവാ പ്രോട്ടോകോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിനെയാണ്. ഇനി പറയുന്നു, ഒരു നെറ്റ്വർക്കിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് അഥവാ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ FTP ആണ്. FTP എന്താണ്? FTPയുടെ ഫുൾ ഫോം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അപ്പം ഒരു നെറ്റ്വർക്കിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് FTP ആണ്, അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇനി പറയുന്നത് ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP. ഓക്കെ, SMTP അതിൻ്റെ ഫുൾ ഫോം എന്തോ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതാണ് SMTP. അപ്പോൾ ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ SMTP. ഇനി ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് POP3 അഥവാ POP3. അതിൻ്റെ ഫുൾ ഫോം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3 ആണ്. ഓക്കെ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3, അതാണ് POP3 അഥവാ POP3. ഇതാണ് ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു നെറ്റ്വർക്കിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് അഥവാ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന FTP പ്രോട്ടോകോൾ. FTP ആണ്. എന്താണ് FTP? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. പിന്നെ ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SMTP ആണ്. എന്താണ് സംഭവം? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ POP3 അഥവാ POP3. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, അത് വേർഷൻ 3. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് സംഭവം? ഒരു നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളും പാലിക്കേണ്ട നിയമങ്ങളെയാണ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു, ഒരു നെറ്റ്വർക്കിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ അഥവാ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ FTP. പിന്നെ നമ്മൾ പറഞ്ഞു ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP. ഓക്കെ, എന്താണ് സംഭവം? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാ? POP3 അഥവാ POP3. എന്താണ് സംഭവം? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് വേഗത്തിൽ വായിക്കുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പഠിച്ചത് എത്രത്തോളം നിങ്ങളുടെ തലയിലുണ്ട് നിങ്ങൾക്ക് തനിയെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലെയും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വെബ് ബ്രൗസറാണ്. എന്താണ് വെബ് ബ്രൗസർ? ഒരു വെബ് പേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്ത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ബ്രൗസിങ് അഥവാ ബ്രൗസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ഒരു ഡാറ്റാബേസിലോ ഒരു നെറ്റ്വർക്കിലോ നിന്നും ഡാറ്റ തേടി കണ്ടെത്തുന്നത്, സെർച്ച് ചെയ്യുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ബ്രൗസ് അഥവാ ബ്രൗസിങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് മൊസൈക്ക്. ഓക്കെ, മൊസൈക്ക്. നെക്സസ് വെബ് ബ്രൗസർ വികസിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ടിം ബേണേഴ്സ്-ലി ആണ്. ഈ ടിം ബേണേഴ്സ്-ലി തന്നെയാണ് www-ന്റെ സൃഷ്ടാവ്. താഴത്തോട്ട് വരുന്നുണ്ട് പറയാം. ഓക്കെ, പിന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ്. ഓക്കെ, എപ്പിക്. പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അത് എപ്പോഴാണ് ഇറങ്ങിയത്? 1995 മൈക്രോസോഫ്റ്റ് ആണ് പുറത്തിറക്കിയത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസറാണ് എഡ്ജ്. ഓക്കെ, എഡ്ജാണ് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസർ. ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന് 1982 ഈ PDF ഇല്ല, എല്ലാവരും ഓർത്തിരിക്കുക. 1982. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ലഭ്യമായി തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15 ഓക്കെ, 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ലഭ്യമായി തുടങ്ങിയത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസർ ഏതാണ്? എഡ്ജാണ്. ഓക്കെ, എഡ്ജ്. പിന്നെ നമ്മൾ പ്രധാന വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ്? മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എപ്പിക്, സീമങ്കി, അവാസ്റ്റ് സെക്യൂർ, നെറ്റ്സ്കേപ്പ്, ഒപ്പേറ, ടോർച്ച്, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അഥവാ HTML. എന്താണ്? വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഭാഷയാണ് HTML. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾക്കാണ് വെബ് പേജുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HTML ഭാഷ വികസിപ്പിച്ചത് ലോകവ്യാപക വെബ് അഥവാ വേൾഡ് വൈഡ് വെബ് അഥവാ WWW അതിൻ്റെ സൃഷ്ടാവായ ടിം ബേണേഴ്സ്-ലി ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ നെക്സസ് ബ്രൗസറും ടിം ബേണേഴ്സ്-ലിയുടെ ആണ്. പിന്നെ HTML 5ാമത്തെ അംഗീകൃത പതിപ്പാണ് HTML5. HTML ഫയലുകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനുകളാണ് .html-ഉം .htm-ഉം. ഓക്കെ, പിന്നെ വെബ്സൈറ്റിലെ ഉള്ളടക്കം എങ്ങനെ കാണിക്കണം, എങ്ങനെ വികസിക്കണം എന്നത് നിർവചിക്കാൻ HTML ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളാണ് HTML ടാഗുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ HTML പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ വെബ് ബ്രൗസറുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ പറഞ്ഞു. എന്താണ്? ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും പാലിക്കേണ്ട നിയമങ്ങളാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു നെറ്റ്വർക്കിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് അഥവാ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ FTP. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP. അതെന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇമെയിൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് POP3 അഥവാ POP3. അതിൻ്റെ ഫുൾ ഫോം എന്താണ്?
പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ PSC സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.